ഹായ് ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ഡോക്ടർ അഖിൽ കൃഷ്ണനാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. ഹായ് ഡോക്ടർ, നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഡോക്ടർ, നമ്മുടെ നാട്ടിൽ രോഗികൾ കൂടുന്നുണ്ട്, ആശുപത്രികൾ കൂടുന്നുണ്ട്, അതുപോലെ ദീർഘകാലത്തേക്കുള്ള പോകുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട്. ശരിക്കും എവിടെയാണ് നമുക്ക് ഈ പിഴയ്ക്കുന്നത്? അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാര്യം ആ ചോദ്യത്തിനകത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്, ആശുപത്രികളുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം ഞാനും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് രോഗികളുടെ എണ്ണം കൂടുന്നത് എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും ചിന്തിക്കാനുള്ളത് എന്തുകൊണ്ടാണ് രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന കാരണം. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് നമ്മുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ് ആൾക്കാരിലും കൂടുതലായിട്ടും ദീർഘകാലം നിലനിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലും ഇപ്പം കേരളത്തിലെ ആരോഗ്യനില വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പൊതു ആരോഗ്യ നില വളരെയധികം ഫോർവേഡ് ആയിട്ടുണ്ട്. ഇപ്പം അപ്പോൾ ആ ഒരു നിലയിൽ നോക്കുമ്പോൾ ദീർഘകാല രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, അമിതവണ്ണം, അതേപോലെ സോറിയാസിസ് പോലുള്ള അല്ലെങ്കിൽ മൈഗ്രെയിൻ, അലർജീസ് പോലുള്ള രോഗങ്ങൾ വളരെയധികം പടർന്നു നിൽക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളിലേക്ക് നമ്മുടെ ദീർഘകാലം ചികിത്സിക്കുന്ന തരത്തിൽപ്പെട്ട രോഗങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തി അവിടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്ന് അങ്ങനെ ചികിത്സിക്കുമ്പോൾ നമുക്ക് ഈ ദീർഘകാല രോഗങ്ങളുടെ അവസ്ഥയെ കുറയ്ക്കാൻ സാധിക്കും. അതല്ലാതെ നമ്മളിപ്പോൾ തന്നെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. ഇത് ആക്ച്വലി ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്കോപ്പുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പരിമിതികളുണ്ട്. ഈ പറയുമ്പോൾ ഹോമിയോപ്പതിയുടെ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമിയോപ്പതി ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രോഗ പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രോഗത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു രോഗപ്രതിരോധ ശക്തിയെ കൂട്ടാനുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത്. അതേപോലെ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ കൂടുതലും രോഗത്തെയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ഓരോ ഹോമിയോ ഡോക്ടറുടെ അടുത്തേക്കും ഓരോ രോഗികളെത്തുമ്പോഴത്തേക്കും അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ ഒരു രോഗി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഒരു ഹോമിയോ ഡോക്ടറുടെ അടുത്തായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഏറ്റവും കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോജക്ട്സുകളും കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഇന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പം സ്ത്രീകളുടെ ഒരു പ്രോജക്റ്റായിട്ടുള്ള സീതാലയം എന്നുള്ളൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൂടിയാണ് ഒരു ഡോക്ടർ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു രോഗിക്ക് ഇന്നൊരു തോന്നലുണ്ടാവും, നമ്മുടെ കൂടെ ഒരു ഡോക്ടറുണ്ട്, അപ്പം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനും ഇന്നൊരു ഡോക്ടറുണ്ട്, ഇന്ന് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇന്നൊരു മരുന്ന്, അതിന് പുറമെ അല്ലെങ്കിൽ അതിലുപരി നമ്മുടെ ഇപ്പോൾ ഒരു ഡോക്ടറുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കുന്നുണ്ട്. മോഡേൺ മെഡിസിൻ അത് സാധിക്കുന്നില്ലേ? അത് സാധിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാര്യം മോഡേൺ മെഡിസിൻ്റെ ഇന്നത്തെ തിരക്കനുസരിച്ച് ഓരോ രോഗികളെയും വിശകലനമായിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം വരുന്നില്ലേ? രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതെ. എവിടെയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് എവിടെയാണ് മാറ്റം വന്നതെന്ന് നമുക്ക് ഇതുവരെ ഫൈൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകാം ഒരു പക്ഷേ, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. കാരണം അതിലുണ്ടാകുന്ന പല വിഷാംശങ്ങളും, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഉള്ള രാസവളങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷാംശങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് കഴിക്കുമ്പോഴായാൽ പോലും പലതും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവേ നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരം ഭക്ഷണശീലങ്ങളായിരിക്കാം ഒരു പക്ഷേ നമ്മളെ രോഗികളാക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ആരോഗ്യമുള്ള ഒരു കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, നല്ല ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുള്ള ഒരു നാട്, കുട്ടികൾ ജങ്ക് ഫുഡ് കഴിക്കാത്ത ഒരു നാട്, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ ഏറ്റവും കൂടുതലും ജീവിതശൈലി രോഗങ്ങളിൽ പെട്ട് കിടക്കാത്ത യുവാക്കൾ, അല്ലെങ്കിൽ അന്തസ്സോടെ ചികിത്സിക്കാൻ കഴിയുന്ന വയോധിക വിഭാഗത്തിലുള്ള ആൾക്കാരുള്ള ഒരു കേരളം. ഈ ഒരു കേരളത്തിനാണ് ഞാൻ സ്വപ്നം കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പം സാർ പറഞ്ഞതിനുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവ് അതിനകത്തുണ്ട്. കാര്യം ഇപ്പം രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം ഈ ഇൻ്റർവ്യൂ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഇത് തുടങ്ങാനുള്ള കാര്യം എന്താണ്? ഇപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ പോലും എൻ്റെ കുട്ടി, എൻ്റെ മകൻ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്കത് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്കത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു മാക്സിമം കുറച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതെല്ലാം ഈ ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ തന്നെയാണ്. കാര്യം അവർ വൺസ് ഈ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവരുടെ ഡോപ്പമിൻ ഈസ് ഈക്വൽ ടു ദിസ് ഫുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർ എത്തിക്കഴിയും. അത് ഒരു മൾട്ടിനാഷണലിലൂടെ നമ്മളെ ആകർഷിക്കാൻ അത്തരം ഭക്ഷണങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതായിരിക്കും ഒരു കാര്യം. യെസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കിൽ സംസാരിക്കേണ്ട ഒരു കാര്യമല്ല. അതൊരു
മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പോലും നമുക്കിനി എന്തായാലും അത്രയും നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ ഇത്തരം രോഗങ്ങൾ വരാനുള്ള കാരണമായിട്ടുണ്ട്. വളരെ ഞാൻ ഈ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വിമർശനമുണ്ട്, അതായത് ഹോമിയോ അത്ര പോരാ, ഹോമിയോ ഒന്നും കൊള്ളില്ല, ഹോമിയോയിലൊന്നും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഇത്രയും കാലമായി വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഹോമിയോയെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ ക്ലിനിക്കുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ആൾക്കാർ എന്നെ വെയിറ്റ് ചെയ്യാണ്, എന്നെ പെട്ടെന്ന് വിട്ടേക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഒക്കെ ശരിയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ പിന്നെയും ഈ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? ആരോഗ്യരംഗത്ത് എല്ലാ കാലത്തും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങളെല്ലാം നമ്മൾ വളരെ ആരോഗ്യകരമായിട്ട് തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിലേക്ക് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തിച്ചേരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോമിയോപ്പതിക്ക് അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള ആ ചികിത്സാ രീതിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ രോഗിയെ വ്യക്തിപരമായിട്ട് അറിയാനും ചികിത്സിക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ്. ഇപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹോമിയോ ഡോക്ടർമാരെടുത്ത് പോയി കഴിഞ്ഞാൽ എന്തിനാണ് ഒരുപാട് ചോദിക്കുന്നത്. അപ്പം ഹോമിയോപ്പതി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിഗതമായി ഒരു വ്യക്തിക്ക് ഒരു മരുന്ന് എന്നുള്ള രീതിക്ക് ആ ഒരു മരുന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു മരുന്ന് കണ്ടെത്തുകയും അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവർ പേഴ്സണലായിട്ടും ഒരു ഡോക്ടറെ അടുത്ത് കൂടുതലായിട്ടും കുറച്ചുകൂടെ മാനസികമായി അടുക്കാനും അവർക്ക് ഒരു വ്യക്തിപരമായ ഡോക്ടർ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് അതുപോലെ ആവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിയന്ത്രണങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഒരു ഹോമിയോ ഡോക്ടർക്ക് സമയമുണ്ട്, സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നുണ്ട്. അതാണ് ഹോമിയോപ്പതിയുടെ പ്രത്യേകത. അല്ല, ഈ വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ, എക്കാലമുണ്ട്. ഈ വിമർശനങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാരുടെ വിമർശനങ്ങൾ കൊണ്ടാണ് ഈ ഹോമിയോപ്പതിയെ ഒരു നെഗറ്റീവ് സാധനമാക്കുന്നത്, അതോ ഈ അമിതമായി നൽകുന്ന വാഗ്ദാനങ്ങളാണ് രോഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായും പൂർണ്ണമായും ഭേദമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാഗ്ദാനങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഹോമിയോയിൽ ഈ ഒരു പർട്ടിക്കുലർ ഡിസീസായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ രോഗം പൂർണ്ണമായും ഹോമിയോയിൽ നിന്നും നിങ്ങൾക്ക് മാറിക്കിട്ടും, അതേസമയം നിങ്ങൾ അലോപ്പതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള അമിതമായ കുറേ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണോ ഇത്രയും വിമർശനങ്ങൾ ഹോമിയോപ്പതിയിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ അമിതമായിട്ടുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് ഈ ഹോമിയോപ്പതി സിസ്റ്റത്തിൻ്റെ ഒരു ശത്രുവായിട്ട് നിലനിൽക്കുന്നത്. കാര്യം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്, അതുപോലെ അതിൻ്റെ പരിമിതികളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്കോപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഹോമിയോ ഡോക്ടർമാരും ചികിത്സിച്ചാൽ, അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓരോ കേസ് വരുമ്പോൾ നമ്മൾ പരിമിതിക്ക് ഉള്ളിൽ നിൽക്കുന്ന കേസുകളെ കൃത്യമായിട്ട് റെഫർ ചെയ്യാനും അല്ലെങ്കിൽ എങ്ങോട്ട് അത് കൃത്യമായിട്ട് റെഫർ ചെയ്യണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആ ഒരു രോഗിയെ റെഫർ ചെയ്യുന്നതും അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അല്ലാതെ നമ്മുടെ സിസ്റ്റമാണ് ഇതിൽ വലുത് അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു വലിയ സംഭവമാണെന്ന് പ്രതിഷ്ഠിക്കുന്നതിന് പകരം നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു കേസിന് നമ്മൾ ഈ ഒരു ഡോക്ടറെ പോയി കാണുക എന്ന് റെഫർ ചെയ്യാനുള്ള ധൈര്യം അത് എല്ലാ ഡോക്ടർമാർക്കും വേണം. അത് അന്തസ്സോടെ റെഫർ ചെയ്യാൻ കഴിയണം. അപ്പോഴത്തേക്ക് സിസ്റ്റത്തിന് അതാണ് ഡോക്ടർ പറഞ്ഞ ഈ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹോമിയോപ്പതിയിൽ ചികിത്സയ്ക്ക് വരുമ്പോഴത്തേക്കിന് രോഗത്തെക്കാൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേഷ്യൻസിനാണ് നിങ്ങൾ ഹോമിയോ ഡോക്ടേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഈ നിങ്ങൾ പറഞ്ഞ ദീർഘനേരമുള്ള സംസാരത്തിലൂടെ അയാളുടെ ഒരു പക്ഷേ പഴയ രോഗങ്ങളും ഒരുപാട് അയാളുടെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരുപാട് നേരം എടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത്? അതായത് ഹോമിയോയിൽ ഓരോ രോഗിക്കും അല്ലെങ്കിൽ ഒരേ അസുഖമായിട്ട് വരുന്ന രണ്ട് വ്യത്യസ്ത രോഗികൾക്ക് അവർക്ക് വ്യത്യസ്ത ചികിത്സകളാണ് നിങ്ങൾ നൽകാറുള്ളത്. തീർച്ചയായിട്ടും. അപ്പം ഈ ഓരോ രോഗം ചികിത്സിക്കുമ്പോൾ രോഗത്തിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗിയെക്കുറിച്ച് അറിയുക എന്നുള്ളതും. ഇപ്പോൾ രോഗത്തിനെ കുറിച്ച് അറിയുമ്പോഴും രോഗിയെക്കുറിച്ച് അറിയുമ്പോൾ രണ്ടും കൂടി സംയുക്തമായിട്ട് ചികിത്സിക്കുമ്പോഴാണ് ഒരു കൃത്യമായിട്ടുള്ള ആ രോഗത്തിനുള്ള ഒരു ആശ്വാസം കണ്ടെത്താൻ ഓരോ ഡോക്ടർക്കും കഴിയുന്നത്. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വിസിറ്റിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അയാൾ ഇന്ന് അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഈ രോഗം അയാളുടെ ഡയഗ്നോസിസ് എന്താണ്, രോഗനിർണയം എന്താണ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അയാളുടെ പത്തോളജിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അതോടൊപ്പം അയാളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, അതോടൊപ്പം അയാൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കാര്യം ഒരു അസുഖം നമ്മുടെ ശരീരത്തിലുള്ള ഒരു അസുഖം അത് മനസ്സിനെ കൂടെ ബാധിക്കുന്നു. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു ലൂസ് മോഷനുള്ള ഒരാൾ, ഇപ്പം എനിക്ക് സിവിയർ ലൂസ് മോഷൻ, അപ്പോൾ എനിക്ക് ഇവിടുന്ന് എറണാകുളം വരെ ഇപ്പോൾ ട്രാവൽ ചെയ്യണം. സ്വാഭാവികമായിട്ട് എൻ്റെ ചിന്ത എന്തായിരിക്കും, ഞാൻ ഈ പോകണ വഴിക്ക് എവിടേക്ക് എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ലൂസ് മോഷൻ വന്ന് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ട്രെയിനിൽ പോകണോ ബസ്സിൽ പോകണോ, അല്ലെങ്കിൽ എവിടേക്ക് എൻ്റെ ഫെസിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ അസുഖം എവിടെയാണ്, ശരിക്കുള്ള പ്രോബ്ലം വന്നിട്ട് നമ്മുടെ ലൂസ് മോഷനാണ് ഫിസിക്കലി, പക്ഷേ അത് ഏറ്റവും കൂടുതൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് സ്പിയറിലാണ്, മെൻ്റലിയാണ്. അപ്പോൾ ഇതിൻ്റെയാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നുണ്ട്. അപ്പോൾ ഹോമിയോപ്പതി എല്ലാ ഡിസീസിനെയും സൈക്കോസൊമാറ്റിക്കലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കാര്യം
അയാൾക്ക് മാനസികമായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സിൽ നിന്നോ ബുദ്ധിമുട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രീഫിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ് നിരാശയിൽ നിന്നോ ആണ് ഈ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്കാലത്തുണ്ടായ ഫിയറിൽ നിന്നോ ദുരനുഭവത്തിൽ നിന്നോ ആണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവന് അവിടെ പോയിട്ട് ചികിത്സിക്കുക, അവിടെ ആ പ്രശ്നത്തിനെ പരിഹരിക്കുക, അതിനുശേഷം ഈ ഇപ്പോഴുള്ള പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ തിയറി തന്നെ. ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം ഞാൻ ചോദിക്കാന്ന്, അതായത് നമ്മൾ ഈ ഹോമിയോപ്പതിയിൽ നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു 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 പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്ലോ ആയിട്ടാണ് അല്ലെങ്കിൽ സാവധാനത്തിലാണ് ഇത് ഫലിക്കുന്നത്. ഹോമിയോപ്പതി അത് ഒരു ടൈം എടുക്കും, അതിന് ആ ടൈമിൽ അത് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുമെന്ന് പൊതുവെ ധാരണയുണ്ട്, അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ പറയാറുണ്ട്. ശരിക്കും നമുക്ക് പെട്ടെന്ന് വേണ്ട അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് ഹോമിയോപ്പതിയെ ആശ്രയിക്കാൻ പറ്റുമോ? അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു എമർജൻസി, ഒരു ആക്സിഡൻറ്റ് കേസ് അല്ലെങ്കിൽ ഒരു സർജറി ആവശ്യമുള്ള കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും മോഡേൺ മെഡിസിനിലേക്ക് തന്നെയാണ് ഒരാൾ പോകാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ രോഗങ്ങൾ 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഇപ്പോൾ ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, വൈറസോ ബാക്ടീരിയ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു രോഗം, അതല്ലെങ്കിൽ ഒരു ജീവിതശൈലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്സ് പരമായിട്ട് വന്നിട്ടുള്ള ഒരു രോഗം. ഇപ്പോൾ ഇതിനെ 2 രീതിക്കാണ് ചികിത്സിക്കുന്നത്. നേരത്തെ പറഞ്ഞ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ മോഡേൺ മെഡിസിൻ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. രണ്ടാമത് നമ്മൾ പറഞ്ഞപ്പോൾ വൈറസ് പോലുള്ള അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ ഒരു രോഗം, അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കേസ് ടേക്കിങ്ങിൻ്റെ പോലത്തെ വലിയ ആവശ്യങ്ങളുണ്ടാവുന്നില്ല, അതിനെ വളരെ അക്യൂട്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറ്റിക്സ് പരമായിട്ട് വന്ന രോഗങ്ങൾ, ജനിതകപരമായിട്ട് വന്ന, അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങളിലാണ് ഹോമിയോപ്പതിയുടെ സ്കോപ്പ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. കാര്യം ദീർഘകാലമായിട്ട് ഇവരിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു അലർജി കേസ് പറയാം, മൈഗ്രെയിൻ കേസ് പറയാം. അപ്പം ഇതൊക്കെ ഇവരുടെ കുറേ നാളായിട്ട് ഈ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവരുടെ ജോലിയും ജീവിതത്തിനെയും കുടുംബത്തിനെയും ഒക്കെ ഇത് ബാധിക്കുന്നു. അവർ പലതരം മെഡിസിൻസ് കഴിച്ചിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സെഡേഷൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ ഏറ്റവും സൈഡ് എഫക്റ്റുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ ഒരു ചികിത്സ കൊണ്ട്, ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് വളരെയധികം ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അതുപോലെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ PCOD, അതുപോലെ PCOS, അതുപോലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കുന്ന വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾ. ഇതിനൊക്കെ ഹോമിയോയിൽ ഇപ്പം മെഡിസിൻ ഉണ്ട്, അല്ലെങ്കിൽ അത് ഹോമിയോയിൽ ഫലപ്രദമായി ചികിത്സിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ന്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അത് പലരും അനുഭവസ്ഥർ പറയുന്നുണ്ട്. ശരിക്കും ഹോമിയോയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആണ് എന്ന് തോന്നിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണോ ഈ PCODയുടെയും PCOSൻ്റെയും അതുപോലെ ഈ വന്ധ്യത മേഖലയിലെ ചികിത്സയൊക്കെ? ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഇപ്പോൾ ജനനി എന്നുള്ളൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇൻഫെർട്ടിലിറ്റി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇപ്പോൾ ഒരു 1000 കേസുകൾ എടുത്തിട്ട് അതിൽ 700-800ഓളം കേസുകൾക്ക് മുകളിൽ സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്ത് ഗവൺമെൻറ് റെക്കോർഡ്സ് തന്നെ ഉണ്ട്. അതിന് പുറമെ ഈ റെക്കോർഡ്സിന് 10 ഇരട്ടിയാണ് ഓരോ പ്രൈവറ്റ് ക്ലിനിക്കുകളിലും. അതായത് ഇതിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാർ പോലും ഒരുപാട് പേരുണ്ട്. അതായത് 70-80% ആണ് ഇതിന്റെ സക്സസ് എന്നാണ് ഡോക്ടർ പറയുന്നത്. 70% മുകളിൽ, മോർ ദാൻ 80% എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PCOD ആണെങ്കിലും ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിലും ഒരു പരിധി വരെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെയാണ്. അപ്പം ഇത് കൂടുതലായിട്ടും കാണുന്ന ഒബസിറ്റി ഉള്ള കുട്ടികളിൽ, അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മെറ്റബോളിസം വളരെ ലോ ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് ആദ്യം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഇപ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടി ജിമ്മായിരിക്കും, യോഗ ആയിരിക്കും, സുംബ ഡാൻസ് പ്രോഗ്രാംസ് ആയിരിക്കും, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിൽ കൂടെ കടത്തി അവർ കൊണ്ടുപോയി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നു. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കാം. അതില്ലെങ്കിൽ ഈ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായ ആൾക്കാർ വളരെ കഠിനമായിട്ടുള്ള മാനസികമായ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പം നിങ്ങൾ തന്നെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ടെലിവിഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പോലീസിൽ ജോലി ചെയ്യുന്ന സ്ട്രെസ്ഫുള്ളായിട്ട് ജഡ്ജിമാർ പോലുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ ഏറ്റവും കൂടുതൽ ബാങ്ക് ജീവനക്കാർ, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഒരു വലിയ വിസ്ഫോടനത്തിനകത്ത് നിൽക്കുന്ന പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കാര്യം ഓരോ ബാങ്കിലുള്ള ഒരു ജീവനക്കാർ തന്നെ വന്നിട്ട് 10 to 5 ആണ് അവരുടെ ടൈമെങ്കിലും ആ ഡ്യൂട്ടി തീർക്കാൻ 8 മണി വരെ വർക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാകും. അപ്പം അന്നത്തെ ടാർഗറ്റുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ എവിടെയാണ് അവർക്ക് എക്സസൈസ് ചെയ്യാൻ സമയം, അല്ലെങ്കിൽ അവർക്ക് എവിടെയാണ് ഒന്ന് റിലീഫ് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ ഈ ഫുൾ ടൈം സ്ട്രെസ്സിലാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ജഡ്ജിൻ്റെ ഹസ്ബൻഡാണ്. അപ്പം പുള്ളിൻ്റെ അടുത്ത് പേഷ്യൻ്റായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് അവർക്കൊരു പേഴ്സണൽ ലൈഫ് വളരെ കുറവാണ്. കാര്യം അവർക്ക് ഒരു പബ്ലിക് ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു തട്ടുകടയിൽ പോയിട്ട് ചായ കുടിക്കാൻ കഴിയുന്നില്ല. അല്ല, ഇത് പറയുന്നത് എന്താണ്, ഒരാൾക്കാർ അനുഭവിക്കുന്ന മാനസികമായി, ഞാനൊരു പ്രൊഫഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ
ഒരു വ്യക്തി, ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ആ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ അസുഖത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സ്ത്രീജന്യ രോഗങ്ങളായാലും ശരി, PCOD, PCOS ആയാലും അല്ലെങ്കിൽ വന്ധ്യതയായാലും ശരി, ഇതിനെങ്ങനെയാണ് ഈ ഹോമിയോപ്പതിയിൽ നിങ്ങളൊരു ട്രീറ്റ്മെന്റ്, അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്? ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, CT സ്കാൻ പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷനലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ, ഫിസിയോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ, അല്ലെങ്കിൽ PCOD, ഫൈബ്രോയിഡ് എന്നുള്ള അവർക്ക് ആക്ച്വലിയുള്ള പ്രോബ്ലംസ് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ ഹോമിയോപ്പതിക്ക് അപ്രോച്ചിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ ഈ ഹോമിയോപ്പതിക്ക് അപ്രോച്ചിലേക്ക് പോകുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഒരു തടസ്സം അവിടെ നേരിടുന്നത്, ആ ഒരു തടസ്സത്തിന് തീർക്കാൻ ശ്രമിക്കുന്നത്, അതിനോടൊപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശക്തി ഉയർത്തിക്കൊണ്ടുവരാനും, ഇപ്പം എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൂട്ടാനും, അവരുടെ സ്ട്രെസ് ലെവൽസ് കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കാനും, ഇങ്ങനെയുള്ളൊരു വിപുലീകരിച്ചൊരു പ്ലാനായിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതൊരു സിംഗിൾ, ഒരു സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നു, ഹോർമോൺസ് കൂടുതലാണെങ്കിൽ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് തെറാപ്പീസ് നടത്തുന്നു, അങ്ങനെയല്ല. ഇതൊരു ബ്രോഡ് പ്ലാനായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ വന്ധ്യതയുമായിട്ട് ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ബേസിക്കലി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹോമിയോ മെഡിസിൻസ് കഴിക്കുമ്പോൾ, ഞാൻ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ ഹോമിയോ മെഡിസിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, കോഫി കഴിക്കാൻ പാടില്ല. ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ കോഫി കഴിക്കാൻ പാടില്ല. അതുപോലെ ഈ പലപ്പോഴും ഹോമിയോ മെഡിസിൻസ് കഴിക്കുന്നവർക്ക് പല പഥ്യങ്ങളും പല ഭക്ഷണങ്ങളും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളി, സവാളയൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഹോമിയോ മെഡിസിൻസ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ? ഈ ഹോമിയോ മരുന്നുകൾ നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ളതാണ്, ഹോമിയോ മരുന്നിന് സൈഡ് എഫക്റ്റ് ഇല്ല. ഈ ഹോമിയോ വിമർശിക്കുന്ന ആൾക്കാർ എന്ത് എഫക്റ്റും ഇല്ല, അതുകൊണ്ടാണ് സൈഡ് എഫക്റ്റ് ഇല്ലാത്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരുന്നുകൾ വളരെ നേർപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. മരുന്നുകളുടെ വളരെ നേർപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നല്ല. അപ്പോൾ ഇത്രയും നേർപ്പിച്ച മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഹൈ സ്ട്രോങ് സ്റ്റിമുലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, അതിപ്പോൾ നമ്മൾ കോഫി ഒരു സ്ട്രോങ് സ്റ്റിമുലേഷനാണ്, പിന്നെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾ ആണെങ്കിലും, അല്ലെങ്കിൽ ടൊബാക്കോ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഹൈ സ്പൈസസ് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ, അതായത് ഈ മരുന്ന് കഴിക്കുന്ന കാലയളവിൽ, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച ഉടനെ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനത്തെ സ്ട്രോങ് സ്റ്റിമുലൻസ് ഉപയോഗിക്കാതിരിക്കണം എന്ന് നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, അല്ലെങ്കിൽ ഒരു മെഡിസിൻ അവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മരുന്നാണ് കൃത്യമായിട്ട് നമ്മൾ ആദ്യം രോഗിയുടെ ഉള്ളിൽ എത്തിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുള്ള സപ്പോർട്ടിങ് മെഡിസിൻസ് ആണ് അതിൻ്റെ ബാക്കിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ടിങ് മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കോഫി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മെയിൻ റെമഡി, ആ റെമഡി എന്താണോ ആ റെമഡി കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ സമയത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രിവെൻഷൻ മരുന്നുകൾ എനിക്ക് തോന്നുന്നു ഹോമിയോ മെഡിസിൻസിൽ ഒരുപാട് കൊടുക്കാറുണ്ട്. ഈ കോവിഡ് സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കോവിഡ് പ്രിവെൻഷൻ, കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ പോക്സ്, എനിക്ക് ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന്, ഇവിടുത്തെ ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ നിന്നാണ് നമ്മൾ ഇവിടെ ചിക്കൻ പോക്സ് വന്ന സമയത്ത് ഞാനൊക്കെ ചിക്കൻ പോക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് വന്നില്ല, അപ്പോൾ അതുകൊണ്ട് ആ സിറ്റുവേഷൻ എനിക്കന്ന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലുള്ള പ്രിവെൻഷൻ മരുന്നുകൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത് ഹോമിയോ മെഡിസിൻസ് ആണോ? അതെ, തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കോട്ടയം ഒരു പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ഒരു ക്ലസ്റ്റർ സ്റ്റഡി നടത്തി, പിന്നെ അവിടെ ആ ഒരു പഞ്ചായത്തിനകത്ത് ആർക്കും തന്നെ കോവിഡ് വന്നില്ല എന്നൊരു എക്സ്പെരിമെൻറ്റിലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ക്ലിനിക്കലി പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രതിരോധ, അല്ലെങ്കിൽ ഈ എപ്പിഡമിക് കണ്ടീഷൻസ് വരുന്ന സമയത്ത്, അപ്പോൾ അതിൻ്റെ നമുക്ക് ജീനസ് എപ്പിഡമിക്കസ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോമൺ ആയിട്ട് കാണുന്ന രോഗലക്ഷണങ്ങൾ, ഇപ്പോൾ ഒരു ചിക്കൻ പോക്സ് ആണെങ്കിൽ എന്താണ് രോഗലക്ഷണങ്ങൾ? കഠിനമായിട്ടുള്ള പനി, ശരീരം വേദന, തൊണ്ടവേദന, തലവേദന, ക്ഷീണം, പിന്നെ ശരീരത്തിൽ കാണുന്ന ചെറിയ ചെറിയ ഈ എറപ്ഷൻസ്, ഇതാണ് ഒരു കോമൺ സിംറ്റംസ്. അപ്പോൾ ഈ കോമൺ സിംറ്റംസ് വെച്ചിട്ട് ഇപ്പം ഒരു 10 പേർക്ക് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും ഇതേ സിംറ്റംസ് ആയിരിക്കും കോമൺലി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കോമൺലി ഡെവലപ്പ് ചെയ്യുന്ന സിംറ്റംസിനെ വെച്ചിട്ട് അത് വെച്ചിട്ട് ജീനസ് എപ്പിഡമിക്കസ് ഒരു റെമഡി സെലക്ട് ചെയ്യും. ആ റെമഡി ബാക്കിയുള്ള ആൾക്കാരിൽ എത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു സിംഗിൾ ഡോസോ 2 ഡോസ് കൊടുക്കുമ്പോഴത്തേക്കും ആ മെഡിസിൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാലകാലങ്ങളായിട്ട് ആ പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ റീച്ച് എന്നുള്ള എപ്പിഡമിക് കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ എപ്പിഡമിക് കണ്ടീഷൻസ് വരുമ്പോഴും ഹോമിയോപ്പതി അതിൻ്റെ
പ്രസക്തമായിട്ടുള്ള പ്രിവെൻഷൻ നടത്തി അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് രോഗം വരാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഹോമിയോപ്പതി തന്നെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം കാര്യം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി ഉണർത്തിയിട്ടാണ് നമ്മൾ ആ രോഗത്തിന് പുറത്തേക്ക് കൊണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഹൈ ആവണം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറച്ചുകൂടെ മോർ സ്ട്രോങ് ആവണം എന്നാണ് ഹോമിയോ ഡോക്ടേഴ്സ് വിമർശിക്കുന്നവർ ഇതും ചുമ്മാ എന്നായിരിക്കും പറയുന്നല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ, ഞാനതൊരു ജസ്റ്റ് തമാശ പറഞ്ഞാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മളൊക്കെ കുഞ്ഞുനാളിൽ നമ്മളെയൊക്കെ അമ്മ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ള ഹോമിയോ ആശുപത്രികളിലാണ്. അപ്പോൾ നമ്മൾ ഹോമിയോ ആയിരുന്നു, നമ്മൾ ഞാനൊക്കെ ഒരു ഡിഗ്രി ലെവൽ വരെയൊക്കെ ഞാൻ ഹോമിയോ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ ഇഞ്ചക്ഷനൊന്നും അധികം എടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഇഞ്ചക്ഷൻ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഒരു ചികിത്സ ഹോമിയോയിൽ എത്രത്തോളം, ഏതൊക്കെ രോഗങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമാണ്? കാരണം ഈ ഫിറ്റ്സ് പോലെയുള്ള അല്ലെങ്കിൽ സീഷർ പോലെയുള്ള അവസ്ഥകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് ഹോമിയോപ്പതിയിലൂടെ മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഹോമിയോപ്പതി. പണ്ട് തൊട്ട് ഹോമിയോപ്പതിക്ക് കുട്ടികളുടെ ചികിത്സാ രീതി എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കായിട്ട് നല്ലൊരു ഹോമിയോപ്പതിയാണ്, അല്ലെങ്കിൽ എൻ്റെ ക്ലിനിക്കിലും കൂടുതലും കൊണ്ടുവരുന്ന കുട്ടികളുടെയാണ്. അപ്പം അത് പണ്ട് തൊട്ടേ ആൾക്കാർ അങ്ങനെ അവരുടെ എക്സ്പീരിയൻസിൽ കൂടെ, അല്ലെങ്കിൽ പല അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നു. ഇപ്പം ചെറിയ മെലിയേറിയ പോലുള്ള നമ്മുടെ ചുവപ്പ് എന്നൊക്കെ പറയാം, റാഷസ് ബോഡിയിൽ വരുന്നു. അപ്പം അതിനൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ ബോഡി ലോഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് മെഡിസിൻ കൊടുക്കുന്ന സമയത്തിന് ഒരു 1 or 2 days ഡിസപ്പിയർ ആയി പോകുന്നുണ്ട്. അതേപോലെ കുട്ടികളുണ്ടാകുന്ന ഈ ഫംഗൽ പ്രോബ്ലംസ്, അതേപോലെ കഫ്, അതേപോലെ ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് പനി വരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സർജറി ചെയ്യുന്ന കണ്ടീഷൻസ് നേസൽ പോളിപ്സ്, അഡിനോയിഡ്സ്, അതേപോലെ ടോൺസിൽസ്, ഇതെല്ലാം ഒരു സർജറിയും കൂടാതെ ഹോമിയോപ്പതിയിൽ വളരെ സിമ്പിളായിട്ട് ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹോമിയോ ഡോക്ടർമാരുടെ അടുത്ത് വരുന്ന കുട്ടികളെല്ലാം സർജറി പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഒൻസ് അലോപ്പതി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒരു സർജറി പ്രിഫർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ പേടിച്ചിട്ട്, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ പേടിച്ചിട്ട് നമ്മളെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആ കേസുകൾ നോക്കി ആ കണ്ടീഷൻസ് മാറ്റാറുണ്ട്. നമ്മൾ ക്ലിനിക്കലി അത് പ്രൂവ് ചെയ്യാറുണ്ട്. അതെ, ഇതിനകത്ത് ഈ ഷുഗർ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഡിസിൻ കൊടുത്താൽ ഷുഗർ വരുമോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ലെന്ന് ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞേക്കാം. കാരണം ഞാൻ ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ വരെയൊക്കെ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിതുവരെ പക്ഷേ ഈ പറഞ്ഞ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നാളത്തെ കാര്യം നമുക്കറിയത്തില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതൊരു സേഫ് സൈഡ് തന്നെയാണല്ലേ? അത് ശരിക്കും അതൊരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാര്യം അത് സാക്കാരം ലാക്ടീസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു ഫോമിലാണ്, ഇത് സാക്രോസ് ഫോമിലാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു ഡയറക്റ്റ് ഷുഗർ അല്ല. അല്ലെങ്കിൽ തന്നെ അതിൽ ഷുഗർ കണ്ടന്റ് വളരെ കുറച്ച്. നമ്മൾ ഒരു സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കും അപ്പോൾ അതിന് നടുക്കിരിക്കുന്ന സാധനം പഞ്ചസാര അല്ല, പഞ്ചസാര എന്ന് ഡയറക്റ്റ് ഷുഗർ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അത് അത്രത്തോളം നമ്മൾ ഒരാൾ ഇത്രത്തോളം ഒരു 10 അല്ലെങ്കിൽ 50 വർഷം ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പോലും അതിന് ഒരു ഡയബറ്റിക്കിൻ്റെ ഇത് വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു സ്റ്റഡി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പം നമ്മൾ അതിനും ഹോമിയോപ്പതി കുറേ കൂടെ ഇപ്പം മുമ്പോട്ട് വന്നിട്ടുണ്ട്. കാര്യം ഷുഗർ ഫ്രീ ടാബ്ലറ്റുകൾ ഹോമിയോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബീൽസിൻ്റെ കാര്യം ഓരോ വിമർശനങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മളും സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പൗഡർ ഫോമിൽ കൊടുക്കുന്നുണ്ട്, അങ്ങനെ വേറെ ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഗ്ലോബീൽസ് ഈ പറഞ്ഞ ഷുഗർ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. കാര്യം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടവും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് മരുന്ന് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും, ഈ ഒരു മധുരം ഉള്ളത് കൊണ്ട് അവർ കഴിക്കുക. ഈ മറ്റ് രോഗങ്ങളുള്ളത്, അതായത് സാധാരണ ഈ BP പറയാറുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക്സ് പറയാറുണ്ട്, അതിനൊക്കെ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഹോമിയോ മെഡിസിൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാര്യം ഇപ്പം ഹോമിയോപ്പതിയിൽ ഇപ്പം നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ BP ഉള്ള ഒരാൾ, ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വാസോ ഡയലേറ്റേഴ്സ് കൊടുക്കാറില്ല. കാര്യം താൽക്കാലികമായിട്ട് ആ BP കുറയ്ക്കാനുള്ളൊരു മരുന്ന് കൊടുക്കാറില്ല. എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഈ BP വന്നത്, അതായത് എന്തെങ്കിലും ഹൈപ്പർ കൊളസ്ട്രീമിയ കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കാർഡിയക് ഡിസീസ് കൊണ്ടാണോ, ഈവൻ എന്തെങ്കിലും സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണോ, ഇത് തന്നെയാണ് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ആണെങ്കിലും BP ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഏത് ഡിസീസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ബാക്കിൽ ഹിസ്റ്ററിയാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വന്നത്? അത് ജനിതകമായിട്ട് വന്നതാണോ, അല്ലെങ്കിൽ ഇയാൾ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് വന്നതാണോ, അല്ലെങ്കിൽ ഇയാളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വന്നതാണോ, എന്ത് കാരണം കൊണ്ടാണ്, വാട്ട് ഈസ് ദ എക്സൈറ്റിംഗ് കോസേഷൻ, അല്ലെങ്കിൽ എത്തിയോളജിക്കൽ കോസേഷൻ എന്താണ്, അതിനെ ഫസ്റ്റിനെ റിമൂവ് ചെയ്യുക. പിന്നെ അസുഖം മാറാതിരിക്കാനുള്ള ഒരു മെയിൻറ്റെയിനിങ് കോസേഷൻ ഉണ്ട്.
എന്ത് കാരണം കൊണ്ടാണ് ഈ അസുഖം മാറാത്തത്. ഈ 2 കോസേഷനെ ആദ്യം തന്നെ റിമൂവ് ചെയ്യുക, അതിനുശേഷം മരുന്ന് എടുക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ രീതി. ഈ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ തടി കൂടുന്നുണ്ട്. പലരും പറയുന്നത് പറഞ്ഞാൽ ഈ പ്രസവശേഷമായാലും ശരി, അല്ലെങ്കിൽ അല്ലാതെ നോർമലി ആയാലും ശരി, തടി കൂടുന്നു. എന്ത് ചെയ്തിട്ടും തടി കുറയുന്നില്ല. ഈ നമ്മുടെ ഈ പിന്നെ മോഡേൺ മെഡിസിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഓരോ രോഗത്തിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഒരു പർട്ടിക്കുലർ ഡിസീസിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങൾക്കായിക്കോട്ടെ, അതിന് ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പക്ഷേ ഹോമിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഡോക്ടർ എല്ലാ രോഗത്തിനും ചികിത്സിക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് കാരണം തടിയൊക്കെ കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഒക്കെയാണ് ഇപ്പം പല ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്നത്. തടി കുറയ്ക്കാൻ കുറച്ച് തടി കുറയ്ക്കാം, മെഡിസിൻ കഴിച്ച് തടി കുറയ്ക്കാം, അതിനോടൊപ്പം തന്നെ നിങ്ങൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ തടി കുറയ്ക്കും. ശരിക്കും ഹോമിയോയിൽ ഇത്തരത്തിലുള്ള ഈ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തടി കുറയ്ക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ടോ? നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇത് തന്നെയാണ്. പിന്നെയും നമ്മൾ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഫാറ്റ് ഗെയിനിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ കഴിക്കുന്ന കാലറീസിനെ കുറിച്ച് നമ്മൾ അവെയറല്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കാലറീസ് ആണ്. അപ്പം നിങ്ങൾ കഴിക്കുന്ന കാലറീസ്, നിങ്ങൾ ബോഡി വെയിറ്റ് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ശരാശരി എത്ര കാലറീസ് ഉപയോഗിക്കാം. ഇപ്പോൾ പിന്നെ ഒരുപാട് ആപ്പ് നമുക്കിവിടെ ലഭ്യമാണ്. കാര്യം കാലറീസ് ആപ്പ് ഒരുപാടുണ്ട്, മെഡിസിപ്പേ പോലുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ആപ്പ് എടുത്തിട്ട് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഇന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ കാലറീസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് നോർമലി കഴിക്കാൻ പറഞ്ഞ ഒരു 900 to 1000 കാലറീസ് ആണെങ്കിൽ നമ്മളൊരു 3000 4000 കാലറീസ് കഴിക്കുന്നുണ്ട്. ഇതേ ആൾക്കാർ നമ്മുടെ അടുത്ത് നമ്മൾ വളരെ കുറച്ച് ഫുഡേ കഴിക്കുന്നുള്ളൂ. ഡോക്ടർ ഞാനൊരു 3 പൊറോട്ട കഴിച്ചു. ഈ 3 പൊറോട്ട എന്ന് പറയുമ്പോൾ ഒരു 1000 കാലറീസ് അപ്പം തന്നെ കയറി കഴിഞ്ഞു. ഏകദേശം നമ്മൾ എത്രയോ ആപ്പിൾ, ഒരു 10-15 ആപ്പിൾ ഇരുന്ന് കഴിച്ചാൽ പോലും അത്രയും കാലറി ആകുന്നില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കാലറീസ് എന്താണ് അത് മനസ്സിലാക്കുക. അത് ആ ഒരു ബോധവൽക്കരണമാണ് ഇന്ന് ഇപ്പം നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് പോലും നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. സ്കൂൾ ലെവൽസിലാണെങ്കിൽ, ടീനേജ് ലെവൽസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു കാലറീസ് ബോധവൽക്കരണം ആൾക്കാരുടെ കൊണ്ടുവരിക. കാര്യം നമ്മൾ ജങ്ക് ഫുഡിനെക്കാട്ടി എല്ലാ ആൾക്കാരും കഴിക്കുന്ന സാധനമാണ് വട, അല്ലെങ്കിൽ അച്ചാർ, പപ്പടം, പിന്നെ ഓയിൽ, പൊറോട്ട. ഇതൊക്കെ വളരെ കോമൺ ഫുഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള കാലറീസ് വളരെ ഹൈ ആണ്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് കേരളത്തിൽ ഇന്ന് ഇംപ്ലിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഹെൽത്തി കാലറീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, അല്ലെങ്കിൽ ഒരു ഫൈബർ, ഇത് കഴിച്ചിട്ടുള്ള കാലറീസ് എത്ര കൂട്ടാം, ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം കൃത്യമായിട്ട് ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവരാനുള്ള സമയം. അത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ അറിയില്ല, ഒരുപാട് പുറത്തുള്ള കമ്പനീസൊക്കെ ഇവിടെ വന്നിട്ട് വലിയ വലിയ ഫുഡ് ഐറ്റംസ്, ബർഗേഴ്സ്, പിസ്സാസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ബ്രോസ്റ്റഡ് ഫോമിലുള്ള ചിക്കൻ സാധനങ്ങളൊക്കെ, ഇതെല്ലാം ഹൈ കാലറീസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, അതുപോലെ ഈ പല ചികിത്സകളും ശ്രമിച്ചിട്ട്, അതായത് ഈ ചിലപ്പോൾ അലോപ്പതി പോയി കുറേ നാൾ ചികിത്സിക്കും, അതുപോലെ ആയുർവേദത്തിൽ വേണമെങ്കിൽ പോയി കുറച്ച് നാൾ ചികിത്സിക്കും. അങ്ങനെ ഒരുപാട് ചികിത്സകൾക്ക് ശേഷം വളരെ നിരാശനായിട്ട് ഒരാൾ ഡോക്ടറിന് മുമ്പിൽ വരിക. അപ്പം അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരാൾ പറയും, നീ ഹോമിയോപ്പതിയിലൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ നീ ആയുർവേദത്തിലൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ പറയുമ്പോൾ ഈ മോഡേൺ മെഡിസിനിൽ നിന്ന് ആൾക്കാർ ഷിഫ്റ്റായി വരുന്നതെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലുമൊക്കെ ഉപദേശം കേട്ടുകൊണ്ടായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ, അങ്ങനെ ഹോമിയോപ്പതിയിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ച് അവർ വരുമ്പോൾ, ഡോക്ടർ ആദ്യം അവർക്ക് കൊടുക്കുന്നത് ചികിത്സയാണോ അതോ പ്രതീക്ഷയാണോ കൊടുക്കുന്നത്? ഞാൻ അവർക്ക് കൊടുക്കുന്ന ശ്രദ്ധയായിരിക്കും. കാര്യം അവരെന്ത് കാരണം കൊണ്ടാണ് ഇന്ന് ഹോമിയോപ്പതിയിൽ എത്തിയത് എന്നാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്. നമുക്ക് അമിതമായിട്ട് ഒരാൾക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് അയാളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാം. നമുക്ക് അയാളെ കേൾക്കാം, അയാളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്. ഇപ്പം ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടായിരിക്കും ഒരാൾ ചിലപ്പോൾ ഹോമിയോപ്പതിയിൽ വന്നെത്തുന്നത്. അപ്പോൾ അയാൾ ഇന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇയാൾക്ക് അസുഖം വരാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഇയാളുടെ രോഗം എന്താണ്, ഇതിൻ്റെ പത്തോളജി എന്താണ്, ഡയഗ്നോസിസ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ സത്യസന്ധമായിട്ടുള്ളൊരു പ്രതീക്ഷ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും പേഷ്യൻറ്റിന്. ഡോക്ടർ, ഇപ്പം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്ന ആരോഗ്യ മന്ത്രിമാരാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ 2-3 ടൈമിലുള്ള ആരോഗ്യമന്ത്രിമാർ പല പാൻഡമിക്കുകളും ഒക്കെ എപ്പിഡമിക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ അതിനൊക്കെ ഈ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. കാരണം കോവിഡ് ആയിക്കോട്ടെ, നിപ്പ ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഷിഗല്ല ആയിക്കോട്ടെ, അതുമല്ലെന്നുണ്ടെങ്കിൽ പല പുതിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴൊക്കെയും ഒരുപാട് ആൾക്കാർ മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഈ ആരോഗ്യമന്ത്രിമാരാണ്. ശരിക്കും ഡോക്ടർ അഖിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി
ആരോഗ്യമന്ത്രിയായാൽ എന്ത് മാറ്റമാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ആരോഗ്യ നയങ്ങളായിരിക്കും സർക്കാർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാര്യം ഇപ്പം മിഷനറീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേരളം വളരെ തന്നെ ഇപ്പോഴും തന്നെ വളരെ ഫോർവേഡ് അഡ്വാൻസ്ഡ് ആണ് ആ കാര്യങ്ങൾ. പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ച് നമ്മൾ ബാക്കിലോട്ട് ആയി നിൽക്കുന്ന കാര്യം ഈ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ കാലറീസിനെ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത കുട്ടികളും അല്ലെങ്കിൽ അത് അറിയാത്ത ഒരു ടീനേജിലുള്ള ആൾക്കാരും ഒക്കെയാണ് കേരളത്തിൽ ഇന്നത്തെ രോഗികളുടെ എണ്ണം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൃത്യമായിട്ടുള്ള ചികിത്സകളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഒരു അതർ സൈഡിൽ ഈ രോഗങ്ങൾ പെരുകാതിരിക്കാനും അല്ലെങ്കിൽ ആ ഒരു രോഗാതുരത ആൾക്കാരിലേക്ക് കൂടുതൽ വരാതിരിക്കാനും അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ആരോഗ്യ നയത്തിൽ കൊണ്ടുവരും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ വളരെ വൈകാരികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ, നേരത്തെ ഞാൻ പറഞ്ഞു, അത് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നല്ല ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആരോഗ്യവൽക്കരണം അല്ലെങ്കിൽ നല്ല ആരോഗ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു സംസ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾക്കാർ നമുക്ക് അങ്ങനെ ഒരു ജനത ഈ ലോകത്ത് കാണാൻ കഴിയും. നമുക്ക് ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒരു ജനതയെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അതുപോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൊള്യൂഷൻസൊക്കെ ഒഴിവാക്കുന്ന ആൾക്കാർ, ഈ റോഡിലൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാത്തൊരു സമൂഹം, അല്ലെങ്കിൽ കുട്ടികളിൽ കൃത്യമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനുള്ള ഒരു പ്ലാൻ, സ്കൂളിലെ ഒരു ആരോഗ്യ സംരക്ഷണ പ്രോഗ്രാം, അതിനെക്കുറിച്ചുള്ള ഒരു ടീച്ചിങ്, പിന്നെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ ഏറ്റവും കൂടുതൽ വയോജനങ്ങൾക്കുള്ള അന്തസ്സായിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കാനായിരിക്കും ആദ്യം തന്നെ ശ്രമിക്കുന്നത്. ഡോക്ടർ ഈ പറഞ്ഞ പോലെ ലാഭം മാത്രം ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വരുത്തി തീർക്കുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ്, അറ്റ്മോസ്ഫിയർ, നമ്മുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് ലാഭം മാത്രം നോക്കുന്ന ചില വൻകിടക്കാരും അല്ലെങ്കിൽ ചെറുകിടക്കാരും ഒക്കെ ആയിക്കോട്ടെ, അവരാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല നല്ല ഭക്ഷണം എന്നുള്ളത്. കാരണം ഭക്ഷണം, ഈ ഭക്ഷ്യവസ്തുക്കൾ അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് അത്രയും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊരിക്കലും നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ചുരുക്കം ചിലരുണ്ടാകാം, ഓർഗാനിക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് എനിക്കിതിൽ നിന്നുള്ള കിട്ടുന്ന ലാഭം മതി എന്ന് വിചാരിക്കുന്നവർ. അതല്ലാതുള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ പറഞ്ഞ ഈ ആഗ്രഹങ്ങൾ, ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല, പക്ഷേ എങ്കിലും അനുഭവം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വാർത്തകൾ കാണുന്നത് കൊണ്ട്, വാർത്തകൾ ചെയ്യുന്നത് കൊണ്ടൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് നിർത്താം. ഭാവിയിലെ ചികിത്സ എങ്ങനെയായിരിക്കും? അതായത് അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് സംയോജിതമായ ഒരു ചികിത്സയായിരിക്കും ഒരു രോഗിക്ക് അയാളുടെ രോഗം മാറ്റുന്നതിന്, അല്ലെങ്കിൽ ആ രോഗം നിർണ്ണയിക്കുന്നതിന്, ആ രോഗം കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ ആ രോഗം പൂർണ്ണമായും ഭേദപ്പെടുത്തുന്നതിന് ഇനി ഉണ്ടാകുന്ന ഫ്യൂച്ചർ അതായിരിക്കും? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചറിന് നല്ലത്. കാര്യം എല്ലാ സിസ്റ്റത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെതായിട്ടുള്ളൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ആ ഓരോ സിസ്റ്റത്തിൻ്റെ സ്കോപ്പുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്കോപ്പുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സ്കോപ്പ് ഉണ്ടാക്കുക, അതായിരിക്കും നമ്മുടെ ഭാവിയിലുള്ള ചികിത്സയ്ക്ക് നല്ലത്. കാര്യം ഓരോ സിസ്റ്റവും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് തിരിച്ചറിയണം, അത് അംഗീകരിക്കണം. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ കേരളത്തിന് തകർക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരെ നിയമപരമായിട്ടും ശക്തമായിട്ട് എതിർക്കണം. പിന്നെ അത് എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എതിർക്കുക തന്നെ ചെയ്യണം. നമ്മൾ അത് എതിർക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ശക്തി നമ്മൾ കാണിക്കണം. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അതൊരു പൊതുബോധമാണ്. കാര്യം ഒരു ഡോക്ടർ എന്നുള്ളതിനുപരി നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ വേസ്റ്റുകൾ വലിച്ചെറിയാൻ പാടില്ല. നമ്മൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെടുത്ത് ഒരു വേസ്റ്റ് ഇടുന്നത് ചെയ്യാൻ പാടില്ല. റോഡിലേക്ക് വെള്ളം ഒഴുക്കി വിടാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും കുട്ടികളിൽ ആണ് ഇത് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാനുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ ഇതൊരു ചാപ്റ്റർ ഉൾപ്പെടുത്തിയാൽ പോലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ ഓരോ വർഷവും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങുന്ന മിനിമം ഒരു എത്രത്തോളം ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിലുണ്ടാവും. അപ്പോൾ അവർ ഭാവിയിൽ ഇത് ചെയ്യുന്ന ആൾക്കാരെ തിരുത്താൻ സാധ്യതയുണ്ട്. അതല്ലാതെ കേരളത്തിൽ ഇന്നൊരു നിയമം ഇറക്കിയിട്ട് നാളെ തൊട്ട് എല്ലാ ആൾക്കാരെയും പിടിച്ച് ജയിലിടുക എന്നുള്ളത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആരോഗ്യം നമ്മുടെ സമ്പത്താണ്, അതൊരു സംസ്കാരമാണ്. അത് കേരളം ആരോഗ്യ സംസ്കാരമുള്ള ഒരു നാടാണെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഉയരണം. അതാണ് എൻ്റെ ആഗ്രഹവും
തീർച്ചയായിട്ടും ഡോക്ടർ, ഈ നമ്മൾ വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ അത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്നും അതുപോലെ നായ്ക്കൾക്കൊക്കെ ഭക്ഷണമാകുമെന്നും കരുതുന്ന ആ ഒരു ചിന്തയിൽ നിന്ന് മാറി ഇത് വലിച്ചെറിഞ്ഞാൽ നാളെ ഈ അസുഖം എന്നെയാണ് ബാധിക്കുക എന്ന് ചിന്തിക്കുന്ന ലെവലിലേക്ക് ആൾക്കാർ തീർച്ചയായിട്ടും ഉണർന്നു വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. ആ സമയത്തായിരിക്കും ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞ ഈ ഡോക്ടറിൻ്റെ സ്വപ്നങ്ങളൊക്കെ സാധിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ നന്ദി. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.